ഒരു അപേക്ഷയുണ്ട്. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 261 ഭാഗത്തിലേക്ക്, 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡ്, നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മണൻ മാസ്റ്റർ കണ്ണൂർ, നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ശ്രീമതി വസന്തകുമാരി കോഴിക്കോടാണ്. മാഡം പ്രസന്റ് ആണല്ലോ അല്ലേ? ലക്ഷ്മൺ മാഷ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മാഡം ചെയ്തോളൂ. സായിരാം മാഷേ. സായിരാം. ഞാൻ 3 ഓങ്കാരവും 3 സായി ഗായത്രിയും ജപിച്ചതിന് ശേഷം പിന്നെ വസന്തകുമാരിക്ക് സംസാരിക്കാം. ഞാൻ പറയുമോ നേരം? ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. ശ്രീമതി വസന്തകുമാരി പാരായണം ചെയ്യാൻ തുടങ്ങിക്കോളൂ. സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വീഡിയോ ഓൺ ചെയ്യുക. സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പാരായണം ആരംഭിക്കാം. സായിരാം. ഓഡിയോ ഓണല്ല. റിട്ടയേർഡ് ടീച്ചറാണ്. പേര് വസന്തകുമാരി. റിട്ടയേർഡ് ടീച്ചറാണ്. ഫറൂഖ് കോളേജിന്റെ അടുത്താണ് വീട്. 2 മക്കളുണ്ട്. ഹസ്ബൻഡ് നാരായണൻകുട്ടി. കേൾക്കുന്നില്ലേ ആന്റി? ഹലോ. സായിരാം. ഇവിടെ വായിക്കാൻ പോകുന്നത് 1990 പ്രശാന്തി നിലയത്തിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഭഗവാൻ നടത്തിയ പ്രഭാഷണം. വേദങ്ങൾ കേവലം ശബ്ദസമന്വയവും വർണ്ണനിരയുമാണെന്ന് ജനങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ അവ അതിലും വളരെ ഉപരിയാണ്. വേദം ജ്ഞാനമാകുന്നു. ജ്ഞാനം ഈശ്വരനാകുന്നു. വേദത്തിന്മേൽ സ്ഥാപിച്ച ഭാരത സംസ്കൃതി ഈ സത്യത്തെ വിശദമാക്കുകയും അതിന്റെ അനുഷ്ഠാനം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. നിത്യജീവിതത്തിൽ ഈ സത്യം സജീവമായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് വ്യക്തിയെയും സമൂഹത്തെയും ബാധിക്കുന്ന ഭയാനക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ചരിത്രഗതിയിൽ അനുഷ്ഠാനങ്ങളുടെ ധാരാളം ആചാരങ്ങളും മാതൃകകളും ഈ സംസ്കാരത്തിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവയെ ഉപേക്ഷിക്കുകയും വീക്ഷണഗതിയെ പവിത്രമാക്കുകയും ആവശ്യമാണ്. ഈ സംഘടനയുടെ പ്രധാന കർത്തവ്യങ്ങളിലൊന്നിതാണ്. സാമ്പത്തിക വികാസവും പഞ്ചവത്സര പദ്ധതികളും ജീവിത നിലവാരത്തെ ഉയർത്തിയേക്കാം. എന്നാൽ ഇവയോടൊപ്പം വേദങ്ങളിൽ പ്രകാശിക്കുന്ന മൗലിക ജ്ഞാനത്തെ ജനങ്ങൾ സാത്മീകരിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള പുരോഗതി ദുരന്തത്തിൽ അവസാനിക്കും. ധർമ്മനിഷ്ഠ സുഹൃതശീലം അഭിവൃദ്ധിയുടെ അടിസ്ഥാനം തന്നെയാകുന്നു. മൗലിക ആവശ്യം തന്നെയാകുന്നു. അത് ആത്മീയത ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഭൗതികവും മൃഗീയവുമായ ആവശ്യങ്ങൾ പരിപോഷിക്കപ്പെടുന്നു. ജീവിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളായവ അംഗീകരിക്കപ്പെടുന്നു. എല്ലാ ശ്രമങ്ങളും ഇവയിലേക്ക് ലക്ഷ്യീകരിക്കേണ്ടതാണ്. കൃതയുഗത്തിൽ ധർമ്മം ജീവിത അടിസ്ഥാനമായി ആദരിക്കപ്പെടുകയും അന്വേഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
അടുത്ത യുഗത്തിൽ, അതായത് ത്രേതായുഗത്തിൽ ഹൃദയസ്ഥിതനായ ഈശ്വരനെ ആദരിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. ദ്വാപര യുഗത്തിൽ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ചർച്ചയും സ്നേഹവും വളർത്തുന്നത് ഒരുവനെ സുരക്ഷിതനും സന്തുഷ്ടനുമാക്കാൻ ഉപയുക്തമെന്ന് കരുതിയിരുന്നു. കലിയുഗത്തിൽ, നവീന യുഗത്തിൽ ഭക്ഷണവും സംരക്ഷണവും ജീവിതത്തിന്റെ സത്തായി പരിഗണിക്കുന്നു. ജനങ്ങൾക്കിന്ന് മാധവനുള്ളതിൽ, അതായത് ഈശ്വരനേക്കാൾ കൂടുതൽ വിശ്വാസം ഗുളികകളിലും മരുന്നുകളിലുമാണ്. ഈശ്വരനിലേക്കുള്ള ഈ തീർത്ഥയാത്രയ്ക്ക് മാത്രമാണ് ശക്തി തരുന്നത്. ഓഫീസിലേക്ക് പോകുന്ന ആരുടെ കീശയിലും ഘടകങ്ങൾ എന്തെന്ന് പരിശോധിക്കുക. ഈശ്വരന്റെ ചിത്രമോ ഭഗവത്ഗീതയുടെ പതിപ്പോ കാണില്ല. എന്നാൽ ആസ്പിരിനോ സാരിഡോണോ ഗുളികകൾ ഇതിൽ കാണുമെന്ന് ഉറപ്പാണ്. വിദ്യാലയത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലോ ചലച്ചിത്രത്തിന് പോകുന്ന അച്ഛന്മാരുടെ കാര്യത്തിലോ ഇതുതന്നെ ശരിയാണ്. സ്ത്രീകളുടെ വാനിറ്റി ബാഗിൽ പോലും ഗുളികകളും ഔഷധങ്ങളുമാണ്. ഏറ്റവും നല്ല ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും ഗുളികകൾ ആരോഗ്യം നശിപ്പിക്കുന്നു. നിങ്ങൾ ഈ താൽക്കാലിക ഉപായത്തെ സ്ഥിര സ്വഭാവമാക്കരുത്. ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും ശിക്ഷണത്തിന്റെയും ഗുരുനാഥന്മാരെന്ന് അവകാശപ്പെടുന്ന ശ്രേഷ്ഠന്മാര് പോലും അവർ അഭ്യസിച്ച സ്വഭാവ രീതികൾക്ക് അലങ്കോലമുണ്ടാകുമ്പോൾ പരിഭ്രമിക്കുന്നു. പ്രഭാതത്തിലെ ഒരു കപ്പ് കാപ്പി അല്പനിമിഷം താമസിച്ചാൽ ജപമോ ധ്യാനമോ ഊനം പറ്റാതെ തുടരാൻ അവർക്കാവില്ല. അവരെത്രമാത്രം ദുർബലരാണെന്ന് കാണാം. ഇങ്ങനെയുള്ളവർക്ക് എന്ത് നേടാൻ കഴിയും? ആത്മാവിനെ പരമാർത്ഥമായി അവർക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും? അവർ ജീവിക്കുന്ന ശരീരത്തെ തന്നെ കരുതുന്നതിലുപരി അവർ കരുതുന്നു. അവർ ദൃഷ്ടിഗോചരമാക്കാൻ അഭിലഷിക്കുന്ന ആത്മാവിൽ അവർക്ക് വിശ്വാസമില്ല. ജ്ഞാനത്തിന് അവർക്ക് കളങ്കമറ്റ അഭിലാഷമില്ല. അവർ ഇതിനു മുമ്പ് പോയ മറ്റുള്ളവരുടെ മാർഗങ്ങളും വാക്കുകളും അനുകരിക്കുക മാത്രമാണ്. സ്നേഹം വളർത്തുക, സ്നേഹം പ്രകടിപ്പിക്കുക, ചുറ്റുപാടുകളിൽ നിന്ന് സ്നേഹം ആർജിക്കുക, അതാണ് നേതൃത്വ യോഗ്യതയ്ക്കുള്ള മാർഗം. വളരെ ഉത്കൃഷ്ടരായ വിദഗ്ധരെന്ന് നടിക്കുന്ന ധാരാളം വ്യക്തികൾ രാജ്യത്തിൽ അങ്ങുമിങ്ങും ജപധ്യാനങ്ങൾ ഉപദേശിച്ച് നടക്കുന്നുണ്ട്. അവർ ഗുരുക്കന്മാരെന്ന് അവകാശപ്പെടുന്നു. കാരണം ധാരാളം കേൾവിക്കാരെ നേടാനും അവരുടെ നൈപുണ്യം പ്രകടിപ്പിക്കാനും കഴിയുന്നു. എന്നാൽ കഴിവുകളുടെ ഈ രീതിയിലുള്ള പ്രകടനം ആത്മസിദ്ധിയുടെ ലക്ഷണമല്ല. ആത്മസിദ്ധികൾ പരസ്യഘോഷണത്തെ വിലക്കുന്നു. പൊതുദൃഷ്ടിയിൽ നിന്നും മാറി നിശബ്ദതയിൽ വേണം ആത്മീയ അനുഷ്ഠാനം പരിശീലിക്കേണ്ടത്. ഈശ്വരനാമവും രൂപവും അമൂല്യരത്നങ്ങളായി മീര വാഴ്ത്തുന്നു. അമൂല്യരത്നങ്ങൾ കച്ചവടച്ചരക്കായി ചന്തയിൽ കൊണ്ടുവരുന്നില്ല. പച്ചക്കറികൾ മാത്രമേ എല്ലാവർക്കും കാണാൻ പ്രദർശിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ സംഘടനാ ഘടകങ്ങൾ പകിട്ടോ ആഡംബരമോ പ്രദർശിപ്പിക്കരുത്. എന്തെന്നാൽ അവ ആത്മീയ മാർഗത്തിന് അന്യമാണ്. സായി സംഘടന സ്നേഹം വളർത്താനും പോഷിപ്പിക്കാനും കെട്ടിപ്പടുത്ത സംഘടനയാണ്. അത് നിർബന്ധത്തിലൂടെ സ്ഥാപിച്ചതല്ല. അത് ഹൃദയത്തിൽ നിന്നുയരുന്നു. അത് ഹൃദയത്തെ വിശാലമാക്കുന്നു. സ്നേഹം ആർജിക്കാനും വികസിപ്പിക്കാനുമുള്ള ആന്തരിക ഇച്ഛ ബാഹ്യരൂപമാർന്നതാണ് ഈ സംഘടന. നമ്മുടെ ചിന്ത പരുത്തിയാണ്. അത് രൂപപ്പെടുത്തുന്ന നൂലുകളാണ് മോഹങ്ങൾ. ഊടും പാവും ചേർന്നതിൽ നിന്ന് ഈ മോഹങ്ങൾ കൂടിക്കലർത്തി പ്രതിപ്രവർത്തിച്ച് ഉണ്ടാകുന്നതാണ് വസ്ത്രം. നൂലുകൾ ഓരോന്നോരോന്നായി മാറ്റുമ്പോൾ വസ്ത്രം അപ്രത്യക്ഷമാകുന്നു. കുറഞ്ഞ ഭാരം, കൂടുതൽ സൗകര്യം, യാത്ര സന്തോഷമാക്കുന്നു എന്ന് റെയിൽവേ ഓർമ്മിപ്പിക്കുന്നത് പോലെ കഴിവുള്ളിടത്തോളം മോഹങ്ങൾ വിരളമായിരിക്കുക ഏറ്റവും നല്ലതാണ്. ഒരു ചെറിയ തീവണ്ടി യാത്രയ്ക്ക് പോലും ഭാരം കുറയ്ക്കണമെങ്കിൽ അതിലേറെ സുദീർഘമായ ജീവിതയാത്രയിൽ ഭാരം കുറയ്ക്കേണ്ടത് എത്രമാത്രം അടിയന്തരമാണ്. ഭാരം കുറയ്ക്കുന്ന ഈ പ്രക്രിയയാണ് ആധ്യാത്മിക ഭാഷയിൽ വൈരാഗ്യം എന്ന് പറയുന്നത്. ആത്മാവ് രൂപരഹിതമായ നിത്യബ്രഹ്മം സ്വാത്വിക മാധ്യമത്തിലൂടെ പ്രതിഫലിക്കുമ്പോൾ ഈശ്വരനായി സ്വയം വെളിവാകുന്നു. അത് രാജസ മാധ്യമത്തിലൂടെ വെളിവാകുമ്പോൾ ജീവൻ അല്ലെങ്കിൽ വ്യക്തിയാകുന്നു. അത് താമസ മാധ്യമത്തിലൂടെ വെളിവാകുമ്പോൾ പദാർത്ഥമാകുന്നു. ആത്മാവാണ് വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ബോധ്യമാകുന്നത് എന്ന് മാത്രം. ആത്മാവാണ് യാഥാർത്ഥ്യം, അദ്വൈതം, രണ്ടില്ലാത്ത ഒന്ന്. നമുക്ക് നല്ല പാഠങ്ങൾ കണ്ടെത്താവുന്ന മനുഷ്യ സ്വഭാവങ്ങളുടെ ചില രീതികളുണ്ട്. ഒരു നല്ല കർമ്മം ചെയ്യുമ്പോൾ, ഉദാഹരണമായി സാധുക്കളെ ഊട്ടുമ്പോഴോ ക്ഷേത്രം നിർമ്മിക്കുമ്പോഴോ തന്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ഒരു ചോദന മനുഷ്യനിൽ ഉണ്ടാകും. എന്നാൽ തിന്മയുടെ ചോദനയാൽ അധർമ്മ കർമ്മങ്ങൾ ചെയ്യാൻ പ്രചോദിപ്പിക്കപ്പെട്ടാൽ അവർ അപമാനം മറ്റുള്ളവരുമായി പങ്കിടാൻ തയ്യാറാകുന്നില്ല. മറ്റൊരു സ്വഭാവം ആലോചിച്ചു നോക്കൂ. ഒരു നല്ല കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവന് അത് നീട്ടിവെക്കാൻ വാസനയുണ്ട്. എന്തെന്നാൽ എന്തോ അവനോട് പറയുന്നു അവൻ അടുത്ത ദിവസമോ അല്ലെങ്കിൽ കുറച്ചു ദിവസങ്ങളോ അല്ലെങ്കിൽ ശേഷം അതിലേറെ സമയമോ ജീവിച്ചിരിക്കുമെന്ന്. എന്നാൽ എന്തെങ്കിലും തിന്മ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ നിമിഷം തന്നെ അവനത് ചെയ്യുന്നു.
ഞാൻ നാളെ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നവന് തോന്നുന്നു. എല്ലാ തിന്മകളും മരണത്തിലേക്ക് നയിക്കുന്നു, എല്ലാ നന്മകളും അമരത്വത്തിലേക്ക് നയിക്കുന്നു. അതാണ് ഇവയിൽ നിന്ന് പഠിക്കേണ്ട പാഠം. പ്രഭാത നിഴൽ മുന്നിൽ നീങ്ങുന്നു. എത്ര വേഗം ഓടിയാലും സമതലത്തിലോ പർവ്വതത്തിലോ അതിനെ പിടിക്കാനാവില്ല. അല്ലെങ്കിൽ നിഴൽ നിങ്ങളെ പിന്തുടരും, രക്ഷപ്പെടാനാവില്ല. അതാണ് മോഹങ്ങളുടെ സ്വഭാവം. നിങ്ങൾ അതിനെ പിന്തുടരുകയോ അത് നിങ്ങളെ പിന്തുടരുകയോ ചെയ്യും. അതിക്രമിക്കാനോ അതുമായി പൊരുത്തപ്പെടാനോ സാധ്യമല്ല. മോഹം അവാസ്തവമായ നിഴലാണ്. മോഹത്തെ ഉള്ളിലേക്ക്, ആത്മനിധിയിലേക്ക് തിരിക്കുക. അപ്പോൾ അത് സമൃദ്ധമായ ഫലം ഉളവാകും. ഈ സംഘടനയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളും ഈശ്വരനിലേക്ക് അർപ്പിക്കുക. എല്ലാം ഹൃദയത്തിൽ ഉറപ്പിച്ച് ഈശ്വരാജ്ഞയായി നിറവേറ്റുക. എല്ലാ ഘടകങ്ങളുടെയും ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ നിയമങ്ങളും നിയന്ത്രണങ്ങളും പരിഗണിക്കാനും അംഗീകരിക്കാനും പോവുകയാണ്. എന്നാൽ ആദ്യമായി അടിസ്ഥാന ചോദ്യത്തിന് ഉത്തരം പരിശോധിക്കുകയും കണ്ടെത്തുകയും വേണം. നമ്മൾ എന്തിനാണ് സംഘടനയിൽ? എന്താണ് ലക്ഷ്യം? മനുഷ്യനെ ഈശ്വരനിൽ നിന്നും മാനവത്വത്തെ മാധവത്വത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കുക ഈ സംഘടനയുടെ ലക്ഷ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഒരു മാനുഷികതയുമില്ല, എല്ലാ ദൈവികമാണ്. ഈ സംഘടന മനുഷ്യനെ ദിവ്യതയിലേക്ക് ഉയർത്തണം. നമ്മുടെ സംഘടനയിൽ കലഹത്തിൽ ഉല്ലസിക്കുന്ന, വിഭിന്നതകളിൽ കൂടിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇതിലോ ഇതിന്റെ ലക്ഷ്യത്തിലോ വിശ്വാസമില്ലാത്ത മറ്റു ചിലരുണ്ട്. അവരിൽ നിറയെ അസൂയയും വൈരവുമാണ്. വേപ്പുമരത്തിനെ നനച്ചാൽ അതിൽ നിന്നും മധുരമുള്ള മാമ്പഴം കിട്ടില്ല. സാധനാവൃക്ഷത്തിന് ഭക്തിയുടെ ജലം പകരുക, പരമാനന്ദത്തിന്റെ മധുരഫലം കിട്ടും. നിങ്ങൾ ആരാധിക്കുന്ന ദിവ്യതയുടെ മൂർത്തിമത് ഭാവമായി എല്ലാവരെയും പരിഗണിക്കുക. പൂജിക്കുന്ന ദിവ്യതയ്ക്കുള്ള സമർപ്പണമായി ഓരോ വാക്കും കർമ്മവും കരുതുക. അപ്പോൾ അസൂയയുടെയോ വൈരത്തിന്റെയോ തെറ്റിന്റെയോ ആർത്തിയുടെയോ കോപത്തിന്റെയോ സ്വഭാവവിശേഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഈ ഹീന സ്വഭാവവിശേഷങ്ങൾ ഈ സംഘടനയിൽ ആരിലും കാണാൻ പാടില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ മാത്രം അംഗങ്ങളാക്കുകയും വിശ്വാസവും ഭക്തിയുമുള്ളവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നെങ്കിൽ ഈശ്വരനെതിരായ ധർമ്മലംഘനമാണത്. ഒരു ഭാരവാഹിയുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഈ സംഘടന വില കൊടുക്കുന്നില്ല. ഇത് ഭക്തിയിലും വിശ്വാസത്തിലും മാത്രം അധിഷ്ഠിതമാണ്. ഉള്ളവർക്കെല്ലാം ഇതിലൊരു സ്ഥാനമുണ്ടായിരിക്കും, അവകാശമുണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നാളെ നമ്മൾ എന്തു തീരുമാനിക്കുമെങ്കിലും അതിനെപ്പറ്റി ഇന്ന് തന്നെ ചില സൂചനകൾ ഞാൻ തരാം. നമുക്ക് ഓരോ ഘടകത്തിലും ഒരു അധ്യക്ഷനും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും ഖജാൻജിയുമുണ്ട്. എന്നാൽ നമ്മൾ പണത്തെ പരിഗണിക്കാത്തത് കൊണ്ട് എന്തിനാണ് ഒരു ഖജാൻജി എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. നമ്മൾ സൂക്ഷിക്കുന്ന, ആശ്രയിക്കുന്ന ഒരു നിധിയുണ്ടെന്ന പേര് സൂചിപ്പിക്കുന്നു. പണത്തേക്കാൾ മൂല്യമുള്ള ചിലതാണ് സ്നേഹം നാം കൈകാര്യം ചെയ്യുന്നത്. പണം സ്വരൂപിച്ച് സൂക്ഷിക്കുന്നിടത്ത് തെറ്റിദ്ധാരണകൾ വളരുന്നു, കലഹങ്ങൾ നടനമാടുന്നു, സ്നേഹം വേർപിരിയുന്നു. പണവും അതിനു പുറകെ മനുഷ്യനോടുള്ള രീതികളും ലോകത്തിൽ കലാപമുണ്ടാക്കുന്നു. കർമ്മങ്ങളെ ധർമാധിഷ്ഠിതമാക്കുക, ഹൃദയം പ്രേമത്താൽ നിറയ്ക്കുക. അപ്പോൾ ഞാൻ അനുഗ്രഹം വർഷിക്കുകയും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. സായിറാം. സായിറാം വളരെ നന്നായി വായിച്ചു. ഇനി നിങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചോളൂ സായിറാം. സായിറാം. ഭഗവാനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. ഭഗവാൻ എന്ന പേര് പോലും ഞാൻ ആദ്യം കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഞാൻ എങ്ങനെ ഭഗവാനിലെത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ BEdന് പഠിക്കുന്ന സമയമായിരുന്നു അന്ന്. അങ്ങനെ ഒരിക്കല് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും, ഞങ്ങൾ BEd ചെയ്യുമ്പോൾ ഞങ്ങൾ കുറെ മലയാളികൾ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ്. അപ്പൊ അവരെല്ലാവരും കൂടി സ്വാമിയെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അവര് പറയുന്നത് ഇതാണ്: ആന്ധ്രയിലെ സായിബാബ എന്നൊരാളുണ്ട്, നല്ല കട്ടിയുള്ള മുടിയാണ്, തിക്ക് മുടിയാണ് അയാൾക്കുള്ളത്, ചുരുണ്ട മുടിയാണ്. അതിൽ നിന്ന് അദ്ദേഹം എപ്പോഴും HMT വാച്ച് മാത്രം എല്ലാവർക്കും എടുത്തു കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് ഒരു വെറും മാജിക് കാരനാണെന്ന്. ഇതായിരുന്നു അവരുടെ സംസാരം. പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ആ സായിബാബ എന്നുള്ള പേര് അന്നാണ് കേട്ടത്. അങ്ങനെ അത് ആ ചർച്ച അവിടെ അവസാനിച്ചു. അതിനുശേഷം ഞാൻ കോഴ്സ് കഴിഞ്ഞ് സ്കൂളിൽ ജോയിൻ ചെയ്തു. അങ്ങനെ സ്കൂളിൽ ജോയിൻ ചെയ്ത് അവിടെ ഒരു സീനിയർ ടീച്ചർ ഉണ്ടായിരുന്നു, സുശീല ടീച്ചർ. ഇന്നും ഞാൻ ടീച്ചറെ സ്മരിക്കുകയാണ്. ടീച്ചർ ഇന്ന് നമ്മോട് കൂടെ ഇല്ല, ഭഗവാൻ ലയിച്ചു. ടീച്ചർ, ഞങ്ങൾ ചെറിയമ്മ എന്നാണ് സ്നേഹത്തോടു കൂടി അവരെ വിളിച്ചിരുന്നത്. അങ്ങനെ ചെറിയമ്മയുടെ അടുത്ത് ഞങ്ങൾ ഇന്റർവെൽ ടൈമിലൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിരിക്കും.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ചെറിയമ്മയുടെ കയ്യില് ഭഗവാന്റെ ഒരു ഫോട്ടോ ഉള്ള ഒരു മോതിരം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ല ഇത് ആരാന്നൊന്നും എനിക്കറിയാം, ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, കണ്ടിട്ടില്ല. അപ്പൊ ഞാന് ചെറിയമ്മയോട് ചോദിച്ചു, ചെറിയമ്മ ഇത് ആരാ ഈ മോതിരത്തിൽ ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് ചോദിച്ചപ്പോ ചെറിയമ്മ എന്നോട് പറഞ്ഞു, കുട്ടിയെ അത് സായിബാബയാണ്. അപ്പൊ ഞാൻ ഉടനെ എൻ്റെ മറുപടി എന്തായിരുന്നു, അയ്യോ ഈ മാജിക്കുകാരന്റെ ഫോട്ടോ എന്തിനാണ് ചെറിയമ്മ കയ്യിലിട്ടിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് ചെറിയമ്മ എന്നോട് പറഞ്ഞു, അയ്യോ കുട്ടി അത് മാജിക്കുകാരനൊന്നും അല്ല എന്ന് പറഞ്ഞ് ചെറിയമ്മയുടെ കുറച്ച് അനുഭവങ്ങള് എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. ഞാൻ അറിയാതെ ഒന്നും അറിയാത്ത രീതിയിൽ പറഞ്ഞതായിരുന്നു. അങ്ങനെ ഈ ചെറിയമ്മ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈശ്വര ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, എനിക്ക് ഭഗവാനെ ഒന്ന് കാണണം എന്ന് മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയ ചിന്ത വന്നു. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ഭഗവാനെ കുറിച്ചുള്ള യാതൊരു കാര്യം ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതങ്ങനെ മനസ്സിൽ വെച്ചു. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കല്യാണാലോചനകളൊക്കെ വന്നു. അങ്ങനെ ഇപ്പൊ ഹസ്ബൻഡിന് ഈ ആലോചന വന്ന സമയത്ത് എൻ്റെ ഒരു ബ്രദർ മുഖേനയായിരുന്നു ഈ ആലോചന വന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് അന്വേഷിച്ച് നോക്കാം. അപ്പൊ ബാങ്കിലാണ് ജോലി. ഞാൻ അന്വേഷിച്ച് പറയാന്ന് പറഞ്ഞു ബ്രദറ്. അങ്ങനെ ബ്രദർ അന്വേഷിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു, എടി കുഴപ്പമൊന്നുമില്ല, നല്ല ചെറുക്കനാണ്, പ്രശ്നമൊന്നുമില്ല, ബാങ്കിലാണ് ജോലി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു തികഞ്ഞ സായി ഡിവോട്ടിയാണ്, രാവിലെ അവിടുന്ന് ഭയങ്കര പ്രാർത്ഥന കേൾക്കാന്ന് അടുത്തുള്ളവരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ആകെ ചെറിയൊരു ഭയം തോന്നി. കാരണം ഞാൻ അന്ന് ഈ ഇങ്ങനെ തെറ്റായി ഇങ്ങനെ ഇതൊക്കെ ചെറിയമ്മയോടും പറഞ്ഞതാണല്ലോ. ഈശ്വര എന്നെ എന്തോ ഒരു പരീക്ഷണമാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ആ വിവാഹം നടന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ഇവിടെ വന്നപ്പോഴാണ് അറിയുമ്പോൾ പൂജാമുറി നിറയെ ഭഗവാന്റെ പലതരത്തിലുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഭഗവാനിൽ ചെറിയ പ്രാർത്ഥനയായിട്ട് ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ രാവിലെ വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കല്യാണശേഷം ആദ്യമായിട്ട് ഭഗവാനെ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആദ്യത്തെ യാത്ര തന്നെ ഞങ്ങൾ പുട്ടപർത്തിയിലേക്കാണ് പോയത്. അങ്ങനെ പുട്ടപർത്തിയിലേക്ക് പോകാൻ വേണ്ടി യാത്ര, അന്ന് ട്രെയിനൊന്നുമില്ല, അപ്പൊ KSRTC ബസ്സിൽ വേണം പോകാൻ. അങ്ങനെ ബസ് കയറാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാള് ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ അദ്ദേഹം അറിയുന്ന ആളായിരുന്നു. എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ പുട്ടപർത്തിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഭഗവാൻ പുട്ടപർത്തിയിലല്ല കേട്ടോ ഉള്ളത്, ഇവിടെ പിന്നെ വൈറ്റ് ഫീൽഡിലാണ്, ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട്, അപ്പൊ ഇനി അങ്ങോട്ട് പോയാൽ മതി എന്ന്. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എനിക്ക് വീണ്ടും ഈശ്വര ഇത് എന്തോ ഒരു ഭഗവാന്റെ എന്തോ ഒരു ഇതാണല്ലോ നിമിത്തമായിട്ട് എനിക്ക് അന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂര് വൈറ്റ് ഫീൽഡിൽ പോയി ഭഗവാനെ കണ്ടു. ഞങ്ങള് തിരിച്ചു പോന്നു. അങ്ങനെ ഇങ്ങനെ സ്വാമിയുടെ ചെറിയ കാര്യങ്ങൾ, ഭഗവാൻ വ്യാഴാഴ്ചയൊക്കെ ഞങ്ങൾ ഭജനയ്ക്കൊക്കെ പോകുമ്പോൾ എന്നെയും കൂട്ടി ഹസ്ബൻഡ് പോവുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞു, ഞാൻ പ്രഗ്നൻ്റ് ആയി, പ്രസവിച്ചു. മോനായിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞ് 3 മാസം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇടയ്ക്ക് ഒരു മാരകമായ ഒരു രോഗം പിടിപെട്ടു. മെനിഞ്ചൈറ്റിസ് വന്നു. അതായത് ആ സമയത്ത് 1990-ലായിരുന്നു അത്. അന്ന് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനത്തെ കേസ് വന്നിട്ട് ഇങ്ങനെ പടർന്നു പിടിച്ചൊരു സമയമായിരുന്നു അത്. അങ്ങനെ മെഡിക്കൽ കോളേജിലെ 18 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ രക്ഷപ്പെടുമോ എന്ന് തന്നെ സംശയം. കാരണം എന്താന്ന് വെച്ചാല് അത്രയും മരണത്തെ മുഖാമുഖം കണ്ട ദിവസങ്ങളായിരുന്നു അത്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ബെഡിൽ തന്നെ 3 കുട്ടികളെ കിടത്തിയിരിക്കണം. മുഴുവൻ കുട്ടികളുടെ വാർഡില് മരണം, ഓരോ ബെഡിൽ നിന്നും കുട്ടികൾ ഇങ്ങനെ മരിക്കുന്നത് ഇങ്ങനെ കണ്ണിലിങ്ങനെ കാണുകയാണ്. ആ സമയത്ത് ഭഗവാനെ ഇങ്ങനെ മുറുകെ, എന്താ പറയാ, അങ്ങനെ അങ്ങേയറ്റം ഭഗവാനോട് ഞങ്ങള് പ്രാർത്ഥിച്ച് ഏതായാലും 18 ദിവസം കഴിഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും അസുഖം ഭേദമായി വന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവന്റെ അസുഖമൊക്കെ മാറി. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായി, 18ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ ഞങ്ങൾ നല്ല പരിചയമുള്ള ഒരു ഡോക്ടർ തന്നെയായിരുന്നു. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഏതായാലും കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ചിലപ്പോ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ആ അനുഗ്രഹം, എന്താ പറയാ, വല്ലാത്തൊരു ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ മകനെ ഭഗവാൻ രക്ഷിച്ചു. അവന് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. ഞങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു. അവന്റെ പ്രയത്നം കൊണ്ട് പഠിച്ച് അവൻ നല്ല നിലയിലെത്തി. ഇന്ന് അവൻ കനറ ബാങ്കിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്.
അവൻ്റെ വൈഫും ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ആ കുട്ടിയും ഒരു സായി ഡിവോട്ടിയാണ്. ഇതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ ഒരുപാട് സമിതിയിലെ എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങൾ വളരെ സജീവമായിട്ട് എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ തന്നെ സമിതി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ രണ്ടാമത്തെ മോളുണ്ടായി. അപ്പം മോള് ഉണ്ടായ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച് മോളാവണേന്ന് പ്രാർത്ഥിച്ച് മോളുണ്ടായി. അപ്പം ഹസ്ബൻഡിനൊരാഗ്രഹം, നമുക്ക് പുട്ടപർത്തിയിൽ പോവാ, ഭഗവാന്റെ അടുത്ത് ചോറ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ 6-ാം മാസത്തിൽ ഇതേപോലെ KSRTC കയറി ഞങ്ങൾ പുട്ടപർത്തിയിലെത്തി. ദർശനത്തിനിരുന്നു. അങ്ങനെ 2 ദിവസം ഞങ്ങൾക്ക് ഫ്രണ്ട് ലൈനിൽ ടോക്കൺ കിട്ടി. അന്നൊക്കെ ടോക്കൺ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ടോക്കൺ എടുത്ത് ഇരുന്നു. ഭഗവാൻ വന്നു, കണ്ടു, നോക്കി, പോയി. ഞങ്ങൾക്ക് ചോറ് കയ്യിലുണ്ട്. ചോറ് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങി നമ്മൾ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഭഗവാൻ വന്ന് നോക്കി പോയി. ഒരു നിവൃത്തിയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ 3-ാമത്തെ ദിവസം, അത് ഞങ്ങൾ ലാസ്റ്റ് ദിവസമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ പോരാൻ തീരുമാനിച്ച ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് ഇനി ലാസ്റ്റ് ചാൻസ് അല്ലേ, ചോറും വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഞങ്ങൾ 3-ാമത്തെ ദിവസം ഇരുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും ലാസ്റ്റ് ടോക്കണാണ്. ഏറ്റവും പുറകിലായിട്ട് ഞങ്ങൾക്ക് സീറ്റ് അന്ന് കിട്ടി. അപ്പൊ അതോടുകൂടി തന്നെ ആ ടോക്കൺ കിട്ടിയപ്പോഴേക്കും ഞങ്ങളെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു. എന്നാലും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ, അത് സൈഡ് സീറ്റും ഒന്നുമല്ല, നടുവിലായിട്ട് ഏറ്റവും പിന്നിലായിട്ട് ഒരു സീറ്റാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഇരുന്നു. ഭഗവാൻ വരുന്ന സമയമായി. ഭഗവാൻ അങ്ങനെ നടന്ന് മന്ദം നടന്ന് ഞങ്ങൾ ഇരിക്കുന്ന അതിന്റെ കുറച്ച് അപ്പുറത്താണ് ലൈൻ. ഇങ്ങനെ ഭഗവാൻ നടന്നു വരുന്ന ആ ലൈൻ, ഇങ്ങനെ ഭഗവാൻ അതിലിങ്ങനെ നടന്ന് ഞങ്ങൾ ഇരിക്കുന്നതിന്റെ കുറച്ച് മുന്നിലെത്തിയപ്പം നേരെ തിരിച്ച് അങ്ങോട്ട് മുകളിലേക്ക് തന്നെ പോയി. അതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും തകർന്നു. ഇനി ഒന്നും ഇല്ല, ഇനി കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. ആ സമയത്ത് ഞാൻ വല്ലാതെ ഒന്ന് എന്താ പറയാ, തൊണ്ട പൊട്ടി ഒന്ന് കരഞ്ഞുപോയി. വല്ലാതെ വിഷമം തോന്നി എനിക്ക്. അയ്യോ ഭഗവാനെ, ഞങ്ങള് ചിന്തിച്ചത് നടന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ കരഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മെല്ലെ നോക്കുന്ന സമയത്തുണ്ട്, അങ്ങോട്ട് പോയ ഭഗവാൻ അവിടുന്ന് തിരിഞ്ഞു നിന്ന് ഒന്ന് ഞങ്ങളെ ഒന്ന് നോക്കി. ഇങ്ങനെ കണ്ണും ഇങ്ങനെ ഉരുട്ടിയിട്ട് തന്നെയാ, നല്ല ഒരു ഇതിലാ നോക്കുന്നത്. പേടി തോന്നി ശരിക്കും. ആ നോക്കിയ ഭഗവാൻ നേരെ ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വന്നു. നേരെ വന്നിട്ട് എൻ്റെ കയ്യിൽ ചോറുണ്ടായിരുന്നു. അപ്പൊ അടുത്ത് എൻ്റെ അനിയത്തി ഉണ്ട്, ഹസ്ബൻഡിന്റെ പെങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞാൻ മോളെ പിടിച്ചിങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവം, ഞാൻ ആകെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. എന്താണ് അനുഭൂതി, എന്താ സംഭവിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഭഗവാൻ എൻ്റെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി മോളുടെ വായല് വെച്ചു കൊടുത്തു. പിന്നെ ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആകെ ശരീരം മുഴുവൻ വിറയ്ക്കുന്ന ഒരു അവസ്ഥ. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു എനിക്ക്. പിന്നെ ഞങ്ങൾ ഇതേപോലെ തന്നെ പിന്നെ ഡ്യൂട്ടിക്കൊക്കെ സ്ഥിരമായിട്ട് ഡ്യൂട്ടിക്ക് പോവാറുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ബാലവികാസ് ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാന്റെ പറ്റുന്ന സമയത്തൊക്കെ 2-3 പ്രാവശ്യം ഭർത്തിയിൽ ഞങ്ങൾ പോകുമായിരുന്നു. കുട്ടികൾക്കൊക്കെ ബാലവികാസത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചു. ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. പിന്നെ എൻ്റെ മലപ്പുറം ജില്ലയിലാണ് ഞാൻ, ഒരു കുഗ്രാമമാണ്. അവിടെ ഞങ്ങളിങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറെ ചെറുപ്പക്കാരൊക്കെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ഇങ്ങനെ പുട്ടപർത്തിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവർക്ക് ഇതിലൊക്കെ താല്പര്യം വന്നു കഴിഞ്ഞപ്പം എല്ലാവരും പുട്ടപർത്തിയിൽ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർക്കും പുട്ടപർത്തിയിൽ വരാനും ഭഗവാന്റെ കണ്ട് അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷം ആവാനും അവിടെ എൻ്റെ വീട്ടില് എല്ലാ വ്യാഴാഴ്ചയും ഭജനം നടത്താനും ഞങ്ങൾക്ക് സാധിച്ചു. ഇന്ന് ആ ചെറുപ്പക്കാരുടെ പ്രവർത്തനം കൊണ്ട് ആ ഉറങ്ങാട്ടിരി സമിതിയിൽ നല്ല ഒരു ഗംഭീരമായ ഒരു സമിതി, അതായത് അരീക്കോടാണ്, മലപ്പുറം ജില്ലയിലെ അരീക്കോട്, നല്ല ഒരു സമിതി അവിടെ ഉണ്ടായി. എല്ലാവരും എല്ലാ പരിപാടികളും അവിടെ ഒക്കെ ചെറുപ്പക്കാരാണ് അവിടെ നടത്താൻ കഴിഞ്ഞു. അപ്പം ഭഗവാനെ മുറുകെ പിടിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ, അതായത് മല പോലെ വന്നത് മഞ്ഞു പോലെ ഭഗവാൻ ആക്കിത്തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വന്നാലും നമ്മൾ ഭഗവാനെ മുറുകെ പിടിക്കണം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമായി ഭഗവാനോടും ഈ യജ്ഞത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന വത്സല ആന്റിയോടും മറ്റെല്ലാ കോർഡിനേറ്റേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സായിരാം. മാഡം വളരെ നന്നായിരുന്നു കേട്ടോ. നല്ല അനുഭവം. സായിറാം ആന്റി.
സായിരം. സായിരാം. സർവഭൂത സ്ഥിതം യോ സർവഭൂത സ്ഥിതം യോ ഭജത്യേ കത്വമാസ്ഥിത സർവദാ വർത്തമാനോസി സയേവ മയി ഭജത. സർവഭൂത സ്ഥിതം യോ ഭജത്യേ കത്വമാസ്ഥിതഃ സർവദാ വർത്തമാനോസി സയേവ മയി വർത്തത്തെ. ఓ సాధకుడా, నీ ఎందున్నటువంటి పంచభూతములు, పరమ ఎందున్నటువంటి యొక్క ఆత్మతత్వములు అన్నీ ఒక్కటే అనే సత్యాన్ని గుర్తించినటువంటి వ్యక్తి విరక్తుడు కానీ, రక్తుడు కానీ, గృహస్థుడు కానీ, సమస్త సంప్రదాయాలు కానటువంటి వాడు కూడాను నిరంతరము కర్మలు ఆచరించినా ఆచరించకపోయినా అతను మూడు అవస్థల యందు కూడాను నీ యందే ఉంటాడు. అలాంటి భక్తుడు సర్వ జీవులు యందున్నటువంటి ఆత్మతత్వము, తన యందున్నటువంటి ఆత్మతత్వము ఒక్కటే అని గుర్తించాలి. O seeker, the five elements and the principle of the self in others and the individual are one and the same. The one who realizes this principle of oneness of the Supreme Self, be that he be a renunciant or a householder, the man of action or not, will always enjoy and experience in all the three states of awareness his identification with the Supreme Self, the divinity. സായിരാം. വസന്തകുമാരി ഭജന പാടും. സായി മാത പിതാ ദീനബന്ധു സഖാ, സായി മാത പിതാ दीनबंधु सखा, तेरे चरणों में साई मेरा कोटि प्रणाम, तेरे चरणों में साई मेरा कोटि प्रणाम. साई माद पिता दीनबंधु सखा, तेरे चरणों में साई मेरा कोटि प्रणाम. मुझे शक्ति दो मेरे साई शिवा, मुझे शक्ति दो मेरे साई शिवा, मुझे भक्ति दो मेरे साई शिवा, मुझे भक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा. साई माद पिता दीनबंधु सखा, तेरे चरणों में साई मेरा कोटि प्रणाम. साई माद पिता दीनबंधु सखा, तेरे चरणों में साई मेरा कोटि प्रणाम. मुझे शक्ति दो मेरे साई शिवा, मुझे भक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा. साई माद पिता दीनबंधु सखा,
तेरे चरणों में साई मेरा കോടി പ്രണാമം. വളരെ സൈറ ഭംഗിയായി. മാം വളരെ നന്നായി എല്ലാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സായിരാം ആന്റി, സായിരാം സായിരാം. സായി ഉപമ. ഈശ്വരൻ സൂര്യനാണ്. അഹന്തയാകുന്ന മേഘങ്ങൾ മറയ്ക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുന്ന ആ സൂര്യരശ്മികൾ ഹൃദയത്തിലെ താമര മുകുളത്തെ വികസിപ്പിക്കുന്നു. താമര ഇതളുകൾ വിടരുന്നു. വിരിയാൻ പാകമായ മുകുളങ്ങൾ മാത്രമേ വിടരൂ എന്ന് ഓർമ്മിക്കുക. മറ്റുള്ളവയ്ക്ക് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ആ സമയത്ത് ഈശ്വരനാമത്തിൻ്റെ കൂട്ട് വിടാതിരിക്കുക. ഈശ്വരനാമസ്മരണയാണ് എല്ലാ അസുഖങ്ങൾക്കുമുള്ള ഒറ്റമൂലി. ജയ സായിരാം. സായിരാം. വസന്തകുമാരി എല്ലാം ഭംഗിയായി പ്രസന്റ് ചെയ്തു. വസന്തകുമാരിക്കും കുടുംബാംഗങ്ങൾക്കും ഭഗവാനിന് കൂടുതൽ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തി മന്ത്രം ജപിക്കാം. സായിരാം സാർ. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.